അതിരടി സിനിമ കണ്ടു. എനിക്ക് ഈ ഒരു സിനിമ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ അവർ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാൻ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കോമാളിത്തരം കുറേ കാണിച്ചു നോക്കിയിട്ടും എനിക്ക് തീരെ കിട്ടുന്നില്ല. ഡു യു ഫീൽ എനിത്തിങ്? നത്തിങ് എന്ന ലെവലിലായിരുന്നു ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ടത്. ഒരുപാട് അവർ നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ബേസിൽ ജോസഫിന്റെ ഒരു വേസ്റ്റ് ക്യാരക്ടറാണ് ഈ ഇതിലെ സാംകുട്ടി എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് എന്ന് വെച്ചാൽ മൂപ്പരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, കുറച്ച് ഓവറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിലും അത് നല്ല രീതിയിൽ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ നീമ്പോളിയുടെ ചില സിനിമകളിൽ എന്ന് വെച്ചാൽ മൂപ്പര് ഭയങ്കര ഓവർ എക്സ്പ്രഷൻ ഓവറായിട്ട് കാണിക്കുകയും ചെയ്യും. പക്ഷെ അത് നമുക്ക് നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പൊ വടക്കൻ സെൽഫിയിൽ ആ ഒരു നായികനോട് തന്നെ തണുത്ത കാറ്റുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കാൻ ബേസിലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ ആവറേജ് എന്ന് പറയാൻ കാരണം ടോവിനോ തോമസ് ആണ്. കാരണം ടോവിനോ തോമസ് വന്നതിന് ശേഷമാണ് ഈ സിനിമ ശരിക്കും ഒന്ന് ഗ്രിപ്പിൽ കയറുന്നത്. നല്ല രീതിയിൽ ഈ സിനിമയിലേക്ക് വന്നത് തന്നെ ടോവിനോ തോമസ് വന്നതിന് ശേഷമാണ്. അതിന് ഒരുപാട് ക്രിഞ്ച് എലമെന്റ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ബേസിലിന്റെ വെറുപ്പിച്ച് ക്ഷമയുടെ നല്ലിപ്പല കഴിഞ്ഞിട്ടാണ് ടോവിനോ തോമസ് വരുന്നത്. അപ്പോഴേക്കും പ്രേക്ഷകന്റെ ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് കുറച്ചൊക്കെ നെഗറ്റീവ് കണ്ടമാനം വരുന്നത്. കൂറപ്പടം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കൂറപ്പടം ഒന്നുമല്ല, പക്ഷെ ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവര് നന്നായിട്ട് എന്റർടൈൻ ചെയ്യിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒട്ടും എന്റർടൈൻമെന്റ് ആയിട്ടില്ല. ടോവിനോ തോമസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് അതിരടിനെ കുറിച്ച് പറയാനുള്ളത്.